വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളുടെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കരുണാലയം വൃദ്ധസദനം എന്ന് പറയുന്നത്. 1999 സെപ്റ്റംബർ 11 ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിതമായി. ജൂബിലി മഹാജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. വയോവൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിപ്പാൻ ഭദ്രാസനം തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് ഈ കരുണാലയ വൃദ്ധസദനം. ഇപ്പോൾ ഇവിടെ 16 അംഗങ്ങൾ താമസിക്കുന്നുണ്ട്. 11 അപ്പച്ചമാരും 5 അമ്മച്ചിമാരുമാണ്. നിർധനരും നോക്കുവാൻ ആരുമില്ലാത്തതായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. അവർക്ക് വേണ്ടതായിട്ടുള്ള വൈദിക സഹായവും ആഹാരവും വസ്ത്രം മുതലായ എല്ലാ ആവശ്യങ്ങളും ഇവിടെ നിർവഹിച്ചു കൊടുക്കുന്നതാണ്. അതിനുള്ള സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ചുങ്കത്തറ, നിലമ്പൂർ സെന്ററുകളിലെ ഉള്ള മാർത്തോമാ ഇടവകളും ഇവിടെ ആയിരിക്കുന്ന മാർത്തോമാ സഭാവിശ്വാസികളുമാണ് ഈ സ്ഥാപനത്തിന് വേണ്ടതായിട്ടുള്ള ധനസഹായങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ഡോർമെട്രിയാണ് ഇവിടെ നിലവിലുള്ളത്. മേളത്തെ ഡോർമെട്രിയിൽ അപ്പച്ചന്മാർ താമസിക്കുന്നു. ആ ബിൽഡിംഗിന്റെ താഴത്തെ ഡോർമെട്രിയിലാണ് അമ്മച്ചിമാർ താമസിക്കുന്നത്. അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു കിച്ചൺ, ഡൈനിങ് ഹാൾ ഇവിടെയുണ്ട്. അവരെ നോക്കുവാൻ വേണ്ടി ഒരു സുവിശേഷൻ ഇവിടെ താമസിക്കുന്നു. അവരെ വൈദിക ശുശ്രൂഷകളൊക്കെ നൽകുവാൻ വേണ്ടി ജിയാട്രിക് കോഴ്സ് പഠിച്ചതായിട്ടുള്ള ഒരു നഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ സംവിധാനം ഇവിടെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ചെയ്തു കൊടുക്കുന്നുണ്ട്. നോക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ സുഖമില്ല പോലെ ആശുപത്രിയിലും പോയി. നമ്മുടെ വന്നതിന് സന്തോഷമുണ്ട്. ഉപ്പട മിഷനുകളോട് ചേർന്ന് ചാലിയാർ പുഴയുടെ തീരത്ത് വെള്ളിമട്ടം കേന്ദ്രമാക്കി മറ്റൊരു മിഷൻ പ്രവർത്തനവും നടന്നുവരുന്നു. ഇവിടെ ഉള്ള മറ്റൊരു സ്ഥാപനമാണ് മലബാർ മാർത്തോമ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇത് കമ്പാഷൻ ഇന്റർനാഷണലിന്റെ സഹായത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ്. 3 മുതൽ 8 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ ഈ പ്രൊജക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ 21 വയസ്സ് വരെയും ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കും. ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ സെന്ററിൽ 232 കുട്ടികൾ പഠിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി 16 സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബാല്യങ്ങൾ ഹോമിക്കപ്പെടുന്ന പിഞ്ചോമനകളുടെ ആശ്വാസ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. ആഗോളവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ലോകം തിരിയുമ്പോൾ സഹായത്തിനായി കീഴുന്ന ഈ കുരുന്നു ഹൃദയങ്ങളുടെ ഹൃദയത്താളം നമുക്കന്യമോ? നീലഗിരിയുടെ മലനിരകൾ കണ്ണഞ്ചിപ്പിക്കുന്നവയാണ്. പ്രകൃതി സുന്ദരമായ ഈ പ്രദേശത്തെ ഗൂഡല്ലൂരിലെ കുടിയേറ്റക്കാരിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ ഏറെയുണ്ടായിരുന്നു. മാർത്തോമാക്കാർ അധികമുള്ള സ്ഥലത്തിന് മാർത്തോമ നഗർ എന്നാണ് ഔദ്യോഗിക നാമം. അവിടെ ഉന്നത നിലവാരം പുലർത്തുന്ന തമിഴ്നാട്ടിലെ മലയാളം മീഡിയം സ്കൂൾ തലയുയർത്തി നിൽക്കുകയാണ്. സ്കൂൾ ഇപ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഗൂഡല്ലൂർ, ഈശോ മാർ തിമത്തിയോസ് മെമ്മോറിയൽ ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ, മാർത്തോമ തയ്യൽ പരിശീലന കേന്ദ്രം എന്നിവ ഗൂഡല്ലൂർ മാർത്തോമ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഭദ്രാസനത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. ഇവിടെയുള്ള സെന്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂൾ ICSE സിലബസിലുള്ള സ്ഥാപനമാണ്. 100 മേനി വിജയം കൈവരിക്കുന്ന ഈ സ്കൂൾ നീലഗിരിയിലെ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമാണ്. ചരിത്രാതീത കാലം മുതൽ വാണിജ്യ കേന്ദ്രമാണ് കോഴിക്കോട്. വാസ്കോഡ ഗാമയുടെ വരവോടെ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ തുറമുഖ പട്ടണം
വിവിധ സാമുദായിക സമൂഹങ്ങളുടെ സംഗമസ്ഥാനമാണ്. ഇവിടെയാണ് നമ്മുടെ ഭദ്രാസനാസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അജപാലന ശുശ്രൂഷയിൽ കർമ്മനിരതനാണ് മലബാറിന്റെ ശ്രേഷ്ഠ ഇടയനായ അഭിവന്യ തിമത്തിയോസ് തിരുമേനി. മലബാറിലെ വിശ്വാസ സമൂഹവുമായി എക്കാലവും മറക്കാനാകാത്ത വാത്സല്യ ബന്ധമാണ് ഈ ശ്രേഷ്ഠ ഇടയൻ നേടിയെടുത്തിട്ടുള്ളത്. പട്ടക്കാരുടെയും സുവിശേഷകരുടെയും ജനങ്ങളുടെയും ക്ഷേമം, ഐശ്വര്യം, നന്മ, അവരുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന സ്വഭാവം എന്നിവ പുലർത്തുന്ന തിരുമേനി തന്റെ ശുശ്രൂഷയിൽ നവമാനം കൈവരുത്തുകയാണ്. മനുഷ്യസ്നേഹവും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം തന്നെ സകല ചരാചരങ്ങളെയും ഒന്നായി കാണുന്ന ഭാവമാണ് ഈ താപസ ശ്രേഷ്ഠന്റേത്. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതെന്ന് കണ്ടു. പെറ്റ്സ് തെറാപ്പി, പ്രകൃതിയിൽ കൂടെ ഒക്കെ നമുക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഈ കുരങ്ങും പട്ടികളും തത്തയും ഈ ജീവജാലങ്ങളൊക്കെ നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ തത്തകളൊക്കെ എന്റെ ശുശ്രൂഷയിൽ എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്റെ സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കുന്ന വലിയ ഘടകമാണ് ഈ ജീവജാലങ്ങളൊക്കെ. സസ്യ ജീവജാലങ്ങളൊക്കെ ശുശ്രൂഷയിൽ എന്റെ പങ്കാളികളാണ്. എപ്പോഴും പ്രകൃതിയുമായിട്ട് ഇടപഴകി മാത്രമേ നമുക്ക് വേല ചെയ്യുവാനായിട്ട് സാധിക്കൂ. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, സ്വയം സമർപ്പണം, പ്രാർത്ഥനാ ജീവിതം, ധ്യാന ജീവിതം എന്നിവയിൽ നിഷ്ഠ പുലർത്തുന്ന വ്യക്തിത്വമാണ് അഭിവന്യ തിരുമേനിയുടേത്. സ്വയം പരിശീലിച്ചിട്ടുള്ള ശിക്ഷണം, ചിട്ടയായ ജീവിത രീതി, എല്ലാം പൂർണ്ണമായിരിക്കണമെന്ന അഭിവാഞ്ച, അടുക്കും ചിട്ടയും ഉയർന്ന ഭരണ നൈപുണ്യം, നിലയ്ക്കാത്ത ദൌത്യ നിർവഹണം ഇവ കാണുമ്പോൾ നാം സ്വയം വിനയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് അരമന കുടുംബം. കർമ്മനിരതരായ ഈ സഹോദരങ്ങളാണ് അരമനയിലെയും ഓഫീസിലെയും ദൈനംദിന പ്രവർത്തനങ്ങളെ സജീവമാക്കുന്നത്. റവറന്റ് ഡേവിഡ് ഡാനിയേൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായും ബിഷപ്പ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. ഭദ്രാസനത്തെ സംബന്ധിച്ച് റവറന്റ് ഡേവിഡ് ഡാനിയേൽ: കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ വസിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ ഭൂരിഭാഗം കർഷകരും കർഷക തൊഴിലാളികളുമാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടൊന്നും പാട്ടുള്ള ജനങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഈ വിശദമായിരിക്കുന്ന ഭദ്രാസനത്തെ 8 സെന്ററുകളിലായിട്ട് തിരിച്ചിരിക്കുന്നു.